പൊതു വാഹന ഗതാഗത ചട്ടമൊക്കെ ഉണ്ടല്ലോ. ഏതെങ്കിലും രീതിയിൽ ഒരു ദുരനുഭവം ഉണ്ടായാൽ ഏതൊരു സ്ത്രീക്കായാലും ഇങ്ങനെ വട്ടം വെച്ച് പിടികൂടി ഡ്രൈവറോട് ആക്രോശിക്കാനുള്ള അധികാരമുണ്ടോ? അതോ കൃത്യമായി ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ അത് എത്തിച്ച് പരാതി രേഖ സഹിതം എത്തിക്കുകയാണോ ചെയ്യേണ്ടത്? ഏതാണ് ഇവിടെ ജനാധിപത്യപരമായി ഒരു പരാതി ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പൗരൻ മുന്നോട്ട് പോകേണ്ടത്? ആദ്യമായിട്ട് ഞാൻ ശ്രീമതി രോഹിണി മഹേഷിനെ അഭിനന്ദിക്കുകയാണ്. വളരെ നന്നായിട്ട് ഈ ഭാഗം കൈകാര്യം ചെയ്തതിന്. കാരണം അധികമൊന്നും ചർച്ചകളിൽ ആങ്കറായിട്ട് അങ്ങ് വരാറില്ല. അങ്ങ് വന്ന ഈ ചർച്ചയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരാൾ ഇത്തരത്തിൽ ആർഗ്യുമെൻ്റ് റേസ് ചെയ്ത സമയത്ത് അത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തതിന് ആങ്കറെ ഞാൻ അഭിനന്ദിക്കുകയാണ്. രണ്ടാമത് ഞാനൊരു കാര്യം പറയാം. ഞാൻ റിട്ടയർഡ് DGP മാത്രമല്ല, ഞാൻ KSRTCയുടെ CMD ആയിരുന്നു 4 വർഷം. ഇനി അഡ്വക്കറ്റും ആണെന്ന് ചോദിച്ചാൽ അഡ്വക്കറ്റും ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം പറയേണ്ട കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഒന്നാമത്തെ കാര്യം സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന കാര്യത്തിൽ ഈ മിസ്റ്റർ റെജി ലൂക്കോസ് ഒരു കാര്യം പറഞ്ഞല്ലോ, ഇയാളുടെ ക്രിമിനൽ ഹിസ്റ്ററി. അങ്ങനെയാണെങ്കിൽ നമ്മളെ അധികാര ഉന്നതങ്ങളിലിരിക്കുന്ന പലരുടെയും ക്രിമിനൽ ഹിസ്റ്ററിയിൽ അവർ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതികളൊക്കെ ആയിരുന്നു. അതിൽ സാക്ഷികൾ ആരും ഹാജരാകാതെ വിട്ടുപോയ കേസുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പലരും പല ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അവരെയൊക്കെ എന്തു പറയണം? അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരിൽ 60% ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. അതിൽ പലതും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണെന്ന് അവർ പറയാറുണ്ട്. അങ്ങനെയുള്ളവരെ എന്തു പറയണം? ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് പെറ്റി കേസും അതുപോലുള്ള കേസുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ക്രിമിനാലിറ്റി ആകുന്നില്ല. അത് സ്ഥിരമായിട്ട് അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് അയാൾക്ക് കൺവിക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയാം അയാൾ ഒരു ക്രിമിനലാണെന്ന്. അതുമാത്രമല്ല, കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിലുള്ള നിയമം അനുസരിച്ച് ഒരു ബഹുമാന്യ കോടതി വെറുതെ വിട്ട ഒരു കേസിലെ പ്രതിയെ പിന്നെയും അയാൾ ക്രിമിനലാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ ക്രിമിനലായിട്ടുള്ള മറ്റു പലരും ഇവിടെ ഉണ്ട്. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. അപ്പം അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ അതുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇതിൽ ഇത്രയേ ഉള്ളൂ. രാത്രി 10:30 സമയത്ത് ഒരു വാഗണർ കാറിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു KSRTCയിലെ ഡ്രൈവറെ എങ്ങനെ കാണാൻ പറ്റും? ആ KSRTCയിൽ ഒരു ഹെഡ്ലൈറ്റ് ഇട്ട് കിടക്കുന്ന സമയത്ത് ആ KSRTCയുടെ ഉള്ളിലുള്ള ആരെ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ഇത് അവിശ്വസനീയം മാത്രമല്ല, ഇത് സാധ്യമല്ലാത്തൊരു സംഗതിയാണ്. ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ സാധിക്കും. അതായത് രാത്രി 10:30 ഒരു വാഗണർ കാറിൽ പോകുന്നവർ അവർക്ക് KSRTC ഡ്രൈവറെയും പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. KSRTC ഡ്രൈവർക്ക് വാഗണർ കാറിലുള്ളവരെയും കാണാൻ പറ്റില്ല. KSRTC വാഗണർ കാറിൽ 2 സ്ത്രീകളുണ്ട്, അതുകൊണ്ട് ഞാൻ ലൈംഗികമായിട്ടുള്ള ചേഷ്ടകൾ കാണിക്കും എന്ന് പറയാനായിട്ട് ആ കാറിൽ ആരാണ് ഇരിക്കണമെന്നെങ്കിൽ അറിയണ്ടേ? അങ്ങനെ ഇരിക്കുന്നത് അറിയാനായിട്ട് അയാൾക്ക് യാതൊരു സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി മെമ്മറി കാർഡ് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നൈറ്റിൽ ഇതേ സമയത്ത് ഈ വണ്ടി ഇതേപോലെ ഓടിച്ച് ആ വണ്ടിയിൽ മറ്റൊരാളെ, അത് ഇവിടുത്തെ പോലീസ് കമ്മീഷണർ തന്നെ ഇരിക്കട്ടെ, പോലീസ് കമ്മീഷണർ തന്നെ ഇരുന്നിട്ട് അന്വേഷിക്കട്ടെ. കാരണം പോലീസ് കമ്മീഷണർ ചെയ്തിരിക്കുന്നത് തെറ്റാണ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞാൽ ലളിതകുമാരി കേസിനെ കണ്ടംപ്റ്റ് ആണ് കമ്മീഷണർ ഓഫ് പോലീസ് അല്ലെങ്കിൽ SHO ചെയ്തിരിക്കുന്നത്. ഞാനൊരു പഴയ DGP എന്ന നിലയിൽ പറയുകയാണ്. കാരണം ഒരു കോഗ്നൈസിബിൾ ഒഫൻസ് ആണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ അതിൽ അവരുടെ സൗകര്യം അനുസരിച്ചല്ല കേസ് എടുക്കുന്നത്. അത് കൗണ്ടർ കേസാണോ എന്ന് നോക്കിയിട്ടല്ല കേസ് എടുക്കുന്നത്. അതല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഉണ്ടാകുന്ന കേസുകളിൽ ഏകദേശം 40% കൗണ്ടർ കേസുകളാണ്. ഒരാളെ അടിച്ചു എന്ന് പറഞ്ഞാൽ തിരിച്ചുവിടാൻ അയാൾ എതിർകക്ഷി പരാതി കൊടുക്കും, ഞാൻ അടിച്ചു എന്ന്. ഈ പോലീസ് തന്നെ എത്രയധികം കൗണ്ടർ കേസുകളാണ് എടുക്കുന്നത്? അവർ പറഞ്ഞു കൊടുത്തെടുക്കുന്നില്ലേ? അപ്പോൾ ഇതേപോലെ ഒരു കേസിൻ്റെ വീര്യം ഇല്ലാതാക്കുന്നതിന്, അതിൽ കോംപ്രമൈസ് ഉണ്ടാക്കുന്നതിന്, അതിനെല്ലാം ചെയ്യുന്ന പരിപാടിയാണ് കൗണ്ടറായിട്ട് കേസ് എടുപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് റിപ്പോർട്ട് ചെയ്താൽ SHO എന്ത് ചെയ്യണം? ആ SHOക്ക് വേറെ വഴിയൊന്നുമില്ല, ആ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നല്ലാതെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് ഈ ചർച്ച നടത്തി ഇങ്ങനെ തീരുമാനിക്കേണ്ടതല്ല. ഇത് ബഹുമാനപ്പെട്ട കോടതികൾ തീരുമാനിക്കേണ്ടതാണ്. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ
ആർട്ടിക്കിൾ 21 വയലേഷൻ അനുസരിച്ച് യദു ഒരു റിട്ട് പെറ്റീഷൻ കൊടുക്കണം. അതിൽ ഈ കാര്യങ്ങൾ പറയണം, അതിൽ ഈ സമയത്തുണ്ടായ കാര്യങ്ങൾ പറയണം. ഇവരുടെ എന്താണ് ഇയാളുടെ ചരിത്രമൊക്കെ അവർ കോടതിയിൽ വിശദീകരിക്കട്ടെ. എന്നിട്ട് കോടതി ഒരു തീരുമാനം എടുക്കട്ടെ. കാരണം അതിനാണല്ലോ ഇനി സാഹചര്യമുള്ളത്. കാരണം പോലീസ് സത്യസന്ധമായിട്ട് പ്രോപ്പറായിട്ട് നിയമപരമായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് പൗരന് പോകേണ്ട ഒരു സ്ഥലമാണ് ബഹുമാനപ്പെട്ട കോടതി. അത് പോകാൻ അദ്ദേഹത്തിന് പൈസ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സഹായിക്കേണ്ടത് ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധികാര ഭ്രമവും അതുപോലെ തന്നെ നിയമവിരുദ്ധതയും ഈ നാട്ടിൽ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ അദ്ദേഹത്തെ സഹായിക്കണം. എനിക്കിപ്പോ ഈ സ്പീക്കറോട് ഈ എന്താണ് ഈ പറയുന്ന മേയറോട് പ്രത്യേകിച്ച് ഒരു വിരോധം ഉണ്ടെന്ന് തോന്നേണ്ട കാര്യമില്ല. പക്ഷെ ആകെ ഉള്ളത് തികച്ചും അവിശ്വസനീയമായിട്ടൊരു കാര്യം അത് പറയുകയാണ്, എന്നിട്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതേസമയം അതിനുണ്ടാകുമായിരുന്ന റെക്കോർഡുകളെല്ലാം ഇല്ലാതാക്കുകയാണ്, ആളുകളോട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇനി ആ ഡ്രൈവർക്കുള്ള ആശ്രയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതികളാണ്. തീർച്ചയായിട്ടും അദ്ദേഹം കോടതി പോകണം. അതിനുള്ള സഹായം നമ്മൾ കൊടുക്കേണ്ടതാണ്. അതാണ് വേണ്ടത്.